ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ ട്രെൻഡിങ് ആയി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ബ്രെഡും പഴവുമാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. ഞാനിവിടെ റോബസ്റ്റ് പഴമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ചെറിയ പഴമാണ് അവൈലബിൾ എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റോബസ്റ്റ് ആണെങ്കിൽ റോബസ്റ്റ് യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഒരു സ്ലൈസ് ബ്രെഡ് ബേസായിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ വെച്ച് കൊടുക്കണം. നല്ല പോലെ സ്മാഷ് ചെയ്ത് കൊടുക്കുക. ഇതേ സ്റ്റെപ്പ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. രണ്ടാമത് ഒരു ബ്രെഡ് കൂടി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് പഴം നല്ലപോലെ ഒന്ന് സ്മാഷ് ചെയ്ത് നല്ലപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മുകളിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രെഡ് പീസ് കൂടിയാണ് വെക്കുന്നത്. ടോട്ടൽ 3 ബ്രെഡാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ബ്രെഡ് വെച്ചിട്ട് നല്ലപോലെ 2 വശവും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അത്യാവശ്യം റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് തന്നെ പാൽ ഒഴിച്ച് കൊടുക്കുക. ഈ പാൽ ഈ ബ്രെഡ് വലിച്ചെടുത്തോളും. അന്നപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരും, നല്ല ടേസ്റ്റും ആവും. ഇതിന് മുകളിൽ നമുക്ക് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ ടേസ്റ്റിനും ചോക്ലേറ്റോ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡായിരിക്കും. അതിനുള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴവും മധുരമുള്ള പഴവും ഉണ്ടാവും. നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക്